ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീത. എൻ്റെ കൂടെ അമ്മയുണ്ട്. ഞങ്ങളിന്ന് വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു നാടൻ റെസിപ്പി തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അല്ലേ. സാമ്പാർ ഇല്ലാത്ത സദ്യകളൊന്നും ഉണ്ടാവില്ല. അല്ലാതെ തന്നെ വീടുകളിൽ സാധാരണമായിട്ട് സാമ്പാറുകൾ എല്ലാവരും വെക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ സാമ്പാർ വെക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? സാമ്പാർ പൊടി വാങ്ങിച്ചിട്ടാണ് സാധാരണ എല്ലാവരും, ഞാനടക്കം എല്ലാവരും സാമ്പാർ വെക്കുന്നത് സാമ്പാർ പൊടി വാങ്ങിച്ചിട്ടാണ് അല്ലേ. ആ സാമ്പാർ പൊടിയേക്കാളും എത്രയോ ശുദ്ധമായ സാമ്പാർ പൊടി നമുക്ക്, അതിനേക്കാൾ ഇരട്ടി സ്വാദിഷ്ടമായ സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് അമ്മ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് അമ്മ ആരോടും പറയാത്ത റെസിപ്പിയാണ്. അമ്മ ഇത് ആദ്യമായി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ പോവുകയാണ് ഈ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ ഉഴുന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലേ, പിന്നെ പരിപ്പ്, നമ്മുടെ ഈ ചുവന്ന പരിപ്പ് ഇതൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്, പിന്നെ ഈ പരിപ്പ് അതൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്, പിന്നെ ആവശ്യത്തിന് കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്, കായം ഒരു ചെറിയ 4 കഷ്ണം കായം, ഇത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഉണ്ട്, 1 ടേബിൾ സ്പൂൺ അരി, നമ്മുടെ ചുമന്ന അരി, പിന്നെ ഇത്രയും മുളകുണ്ട്. ഇതൊരു 10 മുളക് വേണം അല്ലേ, 10 മുളകുകളുണ്ടാവുമായിരിക്കും. ഇത്രയും സാധനങ്ങളാണ്. ഇത് നമ്മൾ ഓരോന്നോരോന്ന് വറുത്ത് എടുക്കാൻ പോവുകയാണ്. വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടല്ല വറുക്കുന്നത് അല്ലേ. എണ്ണ ഉപയോഗിച്ചാൽ അത് അധികം നാൾ ഇരിക്കില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ എണ്ണ ഉപയോഗിക്കാതെ, എണ്ണ ഇല്ലാതെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വറുത്തെടുത്ത് പൊടിച്ച് വെക്കുന്ന ഈ പൊടി കുറേ കാലങ്ങൾ ഇരിക്കും അല്ലേ, കുറേ മാസങ്ങളോളം ഇരിക്കും. അത് കേടാൽ അത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ മാസങ്ങളോളം ഇരിക്കും. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ മല്ലി വറുത്തെടുക്കാൻ പോവുകയാണ്. തീ കുറച്ചിടണമോ? തീ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു മീഡിയം തീയിലിടാം അല്ലേ? മീഡിയത്തിലിട്ടോ. മീഡിയം ചൂട്, ഒരുപാട് ചൂടിട്ടാലും അത് പെട്ടെന്ന് കരിയും. തീ കുറയാനും പാടില്ല. ഒരു മീഡിയം ചൂടിൽ ഇട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ മല്ലി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം പോയി അത് ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് മല്ലി നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അടുത്തത് നമ്മൾ ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ ചുമന്ന കളർ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കതും പാത്രത്തിലേക്ക് തന്നെ ഇടാം. പെട്ടെന്ന് വരക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പരിപ്പ്. അപ്പോൾ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. പരിപ്പ് ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോകണം. കടലപ്പരിപ്പ് ചുമന്നുകൊണ്ടിരിക്കുകയാണ്. കടലപ്പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റാൻ പോകണം. പിന്നെ അടുത്തത് മുളക്. മുളകാണ്. മുളക് റെഡി ആയിട്ടുണ്ട്. ഇനി അരി ഇടാൻ പോകണം. അരി ഒരു ടേബിൾ സ്പൂൺ അരി വേണം അല്ലേ. 1 ടേബിൾ സ്പൂൺ അരി ഉണ്ടാവും. അരി വറുത്തു റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഉലുവ. ഇത് വറുത്ത ഉലുവ തന്നെയാണ് അല്ലേ, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന വറുത്ത ഉലുവ തന്നെയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് ചൂടാക്കിയാൽ മതി. പച്ച ഉലുവ ആണെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഉലുവ റെഡി ആയിട്ടുണ്ട്.
ഇനി കറിവേപ്പില. കറിവേപ്പില നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതേ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകണം. ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്ന കായമാണ്. കായം വറുക്കുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കണം അല്ലേ? കായം വറുക്കുമ്പോൾ ഒരു സ്വല്പം എണ്ണ ഒഴിക്കണം. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കായം വറുക്കാൻ വേണ്ടി. കായം ദാ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വറുത്തത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് പ്ലേറ്റിലേക്ക് ഇടാൻ പോകണം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അല്ലേ? അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് പൊടിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് പൊടിക്കാം. അപ്പോൾ ദേ കറിവേപ്പില ഇട്ടു, കടലപ്പരിപ്പിട്ടു, പിന്നെ മല്ലി, കായത്തിലേക്ക് ഇടല്ലേ? കായം, ഉലുവ, അരി വറുത്തത്, മുളക്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് എടുക്കുക. ഓക്കെ, ഇപ്പം പൊടിച്ചിട്ട് വരാം. സാമ്പാർ പൊടി ഇത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാമ്പാർ പൊടിയാണ്. ഈ സാമ്പാർ പൊടി ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വേറെ പൊടി വാങ്ങിക്കാൻ പുറത്ത് പോകില്ല. അത്ര ടേസ്റ്റിയാണിത്. ഇതിപ്പോൾ അമ്മ വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഈ സാമ്പാർ പൊടി, പണ്ട് മേടിച്ച സാമ്പാർ പൊടി ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കിയിരുന്നതാണ് ഞാൻ. ഇപ്പോൾ അമ്മ വന്നതിന് ശേഷം ഈ പൊടി ഉപയോഗിച്ച് മാത്രമേ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും അത് ശ്രമിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് സാമ്പാർ പൊടി വാങ്ങിക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും കണ്ട ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടല്ലോ, അത്രയും ക്വാണ്ടിറ്റി വെച്ചുണ്ടാക്കിയ പൊടിയാണിത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു മീഡിയം ഫാമിലിക്ക്, ഒരു 4-5 ആൾക്കാരൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ആവശ്യം വരും. അത്രയും സൈസുള്ളൊരു ഫാമിലിക്ക് വേണ്ടി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇതിന് ചേർക്കേണ്ടത്. വേണമെങ്കിൽ ഒരു 2.5 സ്പൂണോ ഇച്ചിരി കുറച്ച് കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.